ഞാൻ പ്രഗ്നൻ്റായി പിന്നെ രാവിലെ തന്നെ ഭയങ്കര മോർണിംഗ് സിക്നെസ്സാണ്. അതായത് സാധാരണ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പല്ല് വെച്ചിട്ട് എന്തെങ്കിലും തിന്നാനായിട്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു വായ ഞാൻ കഴിച്ചു. എന്നിട്ട് രാവിലെ ഞാൻ പഴവും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കണു. അതിൻ്റെ കൂടെ നട്ട്സും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടേക്കണം. അല്ലാണ്ട് നട്ട്സ് എനിക്ക് തിന്നാൻ പറ്റുള്ളൂ. വൊമിറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തൊക്കെയോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഇപ്പോൾ തിന്നാൻ പറ്റണില്ല. ഒരു ഗ്ലാസ് പാലും വെച്ചിട്ടിട്ട് അത് തിരിച്ചായി പോയേക്കാണ്. അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വരുന്ന ഓരോരോ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും നമുക്ക് ഇഷ്ടമുള്ളതിനൊക്കെ ഇഷ്ടമില്ലാണ്ടാവും, ഇഷ്ടമില്ലാത്തതിനൊക്കെ ഇഷ്ടമുള്ളതായിട്ട് മാറും. ഈ മോർണിംഗ് സിക്നെസ്സിനോടൊക്കെ മല്ലു പിടിച്ച് പഴവും നട്ട്സൊക്കെ ഒരു വിധത്തിൽ ഞാൻ കയറ്റി. ഉച്ചയ്ക്ക് ഒരു 11 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അതിശക്തമായിട്ടുള്ള ഒരു പനി എന്നെ ബാധിച്ചു. കാരണം ഈ ഒരു സമയത്ത് പനി വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാ നമ്മളെ ഒരുപാട് ബാധിക്കും. മെന്റലി ഫിസിക്കലി ഒക്കെ ഭയങ്കര ടയേർഡ്നെസ്. അങ്ങനെ നമ്മളൊരു ക്ലിനിക്കിന്റെ ഉള്ളിലേക്ക് എത്തി. അപ്പോഴേക്കും ക്ലിനിക്ക് തുറന്നിട്ടുണ്ടായിരുന്നില്ല. 3 മണിയാകുമ്പോഴാണ് ക്ലിനിക്ക് തുറക്കുള്ളൂ. 11 മണി തുടങ്ങി ആ ക്ലിനിക്കിന്റെ ഫ്രണ്ടിൽ ഇരിക്കലാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പനി അനുഭവിച്ചിട്ടില്ല. ടയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. പ്രഗ്നൻസി സമയത്ത് പാരസെറ്റമോൾ കഴിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പാരസെറ്റമോൾ എടുക്കാനും പോയില്ല. പനിയിലുപരി അതിശക്തമായിട്ടുള്ള ഒരു ചുമയാണ്. ഈ ചുമ വരുന്ന സമയത്ത് അടിവയറ്റിൽ നിന്ന് എന്തൊരു വേദനയാണെന്നറിയാം. പനിയാവുന്ന സമയത്ത് നമ്മളെ മാത്രമല്ല കുഞ്ഞിനെ ഒരുപാട് ബാധിക്കും. എന്തായാലും കുറെ നേരത്തെ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടറെ കാണാനായിട്ട് ഇടവന്നു. ശരീരത്തിൽ നല്ല രീതിയിൽ ഇൻഫ്ലമേഷനും ഉണ്ട്. പിന്നെ ഒരു ഇഞ്ചക്ഷനും തന്നു. ശക്തിയായിട്ടുള്ള ചുമ നിന്നിട്ടില്ല. എങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് കഴിക്കുമ്പോഴേക്കും ശരിയാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കണം. ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓക്കെ ആയി. ഡോക്ടർ നമുക്ക് ഇങ്ങനെ ഒരു പൊടി തന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചക്ഷന്റെ എഫക്റ്റ് ആയിരിക്കണം. നല്ല രീതിയിൽ ഞാൻ ഓക്കെ ആയി. ശരീരത്തിൽ ആവശ്യത്തിലധികം ജലാംശം ഇല്ലാത്തത് കൊണ്ട് ഈ ഒരു മരുന്ന് കഴിക്കാനായിട്ടാണ് നിർദ്ദേശിച്ചത്. ലൂസ് മോഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന് ബെസ്റ്റാന്ന് പറഞ്ഞു. കാണുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല. എങ്കിലും ഇപ്പൊ ശരീരത്തിന്റെ ആരോഗ്യമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രഗ്നൻസിയുടെ മറ്റൊരു വിശേഷം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.